നോട്ട് നിരോധനം വന്നപ്പോൾ അമ്മ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു സന്യാസിയെ അവിടുന്ന് ഇവിടേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരുള്ള കോളേജിലായിരുന്നു. ആ പണമൊക്കെ വിശ്വസ്തരായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പല ഭക്തന്മാരുടെ കയ്യിലും കൊടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും മാറ്റിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. ആ പണം ഇപ്പോഴും ഒരാളെ അയച്ച്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാരായണേട്ടൻ, അതായത് നാരായണസ്വാമി ഒരു 25 വർഷത്തോളം അമ്മയുടെ കൂടെയായിരുന്നു, മാതാ അമൃതാനന്ദമയിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര്, അതായത് ചേട്ടൻ പറയുന്നത് ശരിയാണ് എന്നൊക്കെയുള്ള ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആരുടെയും ഭാഗത്ത് പറയേണ്ട ആവശ്യമില്ല. അമൃതാനന്ദമയി ആയാലും അതുപോലെ തന്നെ പുറത്തുള്ള മറ്റുള്ളവരായി കഴിഞ്ഞാലും നമ്മൾക്ക് ഒരുപോലെ തന്നെയാണ്. പക്ഷേ സത്യം പോലെ പറയുക, അതാണ് വേണ്ടത്. അല്ലാതെ ഒരാളെയും സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരായണൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഇദ്ദേഹം 25 വർഷത്തോളം അമ്മയുടെ കൂടെയായിരുന്നു. പിന്നീട് എന്തോ കാരണം പറഞ്ഞ് തെറ്റിയപ്പോൾ അദ്ദേഹം നേരെ പുറത്തേക്ക് വരികയും അവിടെ ഉണ്ടായ ചില സംഭവങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് ഇപ്പോഴിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കള്ളപ്പണം ഉണ്ടായിരുന്നു, കള്ളപ്പണമുള്ളപ്പോൾ അമ്മ എവിടെയോ വിദേശത്ത് എവിടെയോ ആയിരുന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്, എൻ്റെ കൂടെ കുറേ കള്ളപ്പണം ഉണ്ടല്ലോ, അതായത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ചെന്നൈയിലും പിന്നെ കർണാടകത്തിലൊക്കെ ഒരുപാട് കള്ളപ്പണമുണ്ട്. ആ കള്ളപ്പണങ്ങളൊക്കെ എടുത്ത് മാറ്റണമല്ലോ. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാട്ടാ. നമ്മൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കായാലും എന്തൊക്കെ ആയാലും ശരി, അവിടെ നിൽക്കുമ്പോൾ നമ്മൾ തേനേ പാലെന്നായിരിക്കും. അവിടെ നിന്നും നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തോടായിരിക്കും. നിങ്ങൾ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. അതായത് ചില ആൾക്കാർ, ഇപ്പം നമ്മുടെ സുധാകരൻ മന്ത്രി, അതുപോലെ തന്നെ കണ്ണൂരിലെ TK ഗോവിന്ദൻ മാഷ്, പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല കോൺഗ്രസ്സുകാർ, മാർക്സിസ്റ്റുകാർ, BJP-ക്കാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവിടെ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരുമായിട്ടുള്ള പോർവിളികൾ നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നേ, ആ ജോലി ചെയ്യുമ്പോഴും മുതലാളി നമ്മളോട് പറഞ്ഞു, നിന്റെ സേവനം മതിയടാ, 25 വർഷമായില്ലേ നീ ഇവിടെ, ഇനി നിന്നെ എനിക്ക് വേണ്ട, അതുകൊണ്ട് തന്നെ നീ വേഗം പോയിക്കോ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ഥാപനത്തോട് ഇത്രയും കാലം എന്നെ പോറ്റിയതല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഊണ് തന്നതല്ലേ എന്നുള്ളൊരു വിചാരമൊന്നുമില്ല. പിന്നീട് അങ്ങോട്ട് ആഞ്ഞടിക്കുകയാണ്. ഞാൻ പറയുകയാണ്, എൻ്റെ ബഹുമാനപ്പെട്ട നാരായണസ്വാമി, ബഹുമാനപ്പെട്ട നാരായണസ്വാമി, അങ്ങേക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കിയിട്ട് ഇതാണ് ഞാൻ പറയുന്ന തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുത്തേക്കണം. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങയുടെ ജീവന് ഭീഷണിയാകും, അങ്ങനെ ഭീഷണിയാകും. എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങേപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പോയിട്ട് ഇതാ കൊല്ലേണ്ട പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആശ്രമത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്തൂടെ? അവിടുന്ന് ഏതായാലും ഇദ്ദേഹം പുറത്തു വന്നില്ലേ. അപ്പം ഇനി പുറത്ത് വന്നിട്ട് ഒരാൾ ചെയ്യണോ അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എന്തോ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട് എന്നൊക്കെ പ്രതീതി വരുത്താൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിലും മേലെയായിരിക്കും അവിടെ നടക്കുന്നത്. അതൊന്നും നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതുവരെ ആശ്രമത്തിൽ പോയിട്ടില്ല. ഞാൻ ഇതുപോലെ പത്രമാധ്യമങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമൊക്കെ പറയുന്ന തരത്തിലും പിന്നെ ജോൺ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള കാര്യത്തിലൂടെയാണ് മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തെ പറ്റിയിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നത്. ഇദ്ദേഹമൊക്കെ വന്ന് പറയുമ്പോഴാണ് അവിടെ ഇങ്ങനെ നടക്കുന്നത് ഇദ്ദേഹം പറയുന്നത്. അതും നമുക്കറിയില്ല. ഏതായാലും കള്ളപ്പണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അതിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോഴായാലും അതിൻ്റെ തെളിവുകൾ ഹാജരാക്കിയിട്ട് എവിടെയാണ് കള്ളപ്പണം, എന്താണ് കള്ളപ്പണം, അതിനുള്ള കൃത്യമായിട്ടുള്ള പോയിന്റുകൾ കൊടുക്കുക. അപ്പോഴാണ് പറയുന്നത്, അയ്യോ അവരുടെ അടുത്തൊന്നും ആരും അങ്ങനെ പോകില്ല, പണ്ട് കൈരളി TV ഒന്ന് തൊട്ടുപോയിട്ട് അവരുടെ കൈ പൊള്ളിയതാണ്. എന്ത് മണ്ണാങ്കട്ടിയാ പറയുന്നത്? അതായത് അവരുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനധികം പറഞ്ഞാൽ, നമ്മൾ ഉണ്ണി മുകുന്ദനില്ലേ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ BJP-യുടെ സഹയാത്രികനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഇനി വന്ന് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതാണ്, അവർക്ക് അങ്ങനെയൊന്നുമില്ല, അവരെല്ലാ സ്ഥലത്തും പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാരായണസ്വാമിയുടെ കയ്യിൽ വല്ല തെളിവും ഉണ്ടെങ്കിൽ അത് വെളിയിൽ വിടുകയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. ഇതാണ് തെളിവ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെളിയിൽ വിടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്?
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു കമ്പനി ആയാലും എന്തിനധികം പറയുന്നു, സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കിയാൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, കീരിയും പാമ്പുമായിരിക്കും. പിന്നീട് അവരെ വീട്ടുകാർ തമ്മിൽ കടിച്ച് കീറാൻ നിൽക്കും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം 25 വർഷം അവിടെ നിന്നപ്പോഴും ഇദ്ദേഹത്തിന് ഒന്നും തോന്നിയില്ല. ഇദ്ദേഹം അങ്ങനെയുള്ള നല്ല ഒരു പൗരനാണ്, ഇല്ലെങ്കിൽ ബോധമുള്ളൊരു പൗരനാണ്. ഇദ്ദേഹം ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നികുതി വെട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പാലമാര് പണിയും, നമ്മളെ റോഡാര് പണിയും, അങ്ങനെയുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം? 25 കൊല്ലം അവിടെ നിൽക്കേണ്ട, ഒരു ദിവസം നിന്നാൽ മതി. ഞാൻ ഈ തിന്മക്ക് കൂട്ടു നിൽക്കില്ല. ഞാനൊരു ബ്രഹ്മചാരിയാണ്, ഞാനൊരു സന്യാസിയാണ്. എനിക്ക് പുറത്തു പോയി കഴിഞ്ഞാലും എൻ്റെ ബ്രഹ്മചര്യം കൊണ്ട് ജീവിക്കാം. അതുമാത്രമല്ല, ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടാണോ താങ്കൾ ഇത്രയും നാൾ അവിടെ നിന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും അനീതി കണ്ടിട്ട് ഒരു ചാൺ വയറ്, അദ്ദേഹത്തിന് വേറെ താല്പര്യമൊന്നുമില്ലല്ലോ. നാരായണസ്വാമി എന്ന് പറയുന്ന താങ്കൾ ഒരു ബ്രഹ്മചാരിയാണ്, അതുപോലെ ഒരു സന്യാസിയാണ്. അപ്പൊ താങ്കൾക്ക് വേറെ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടാണോ താങ്കൾ അവിടെ നിന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും തിന്മ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് മുന്നേ വന്നിട്ട് എവിടെയും പറയാതിരുന്നത്? താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ താങ്കളുടെ ജീവന് ഭീഷണി ഉണ്ടാകും എന്നുള്ള ഡയലോഗ് ആണെങ്കിൽ അത് വേണ്ട, അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ധീരന് മരണം ഒന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും മരിക്കും. ഈ മരണത്തെ പേടിച്ചിട്ട് ആരെങ്കിലും നിൽക്കോടെ പറഞ്ഞ്? നമ്മളെല്ലാവരും മരിക്കും, മരിക്കാത്തവരൊന്നുമില്ല. ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ നോക്കുക, അത്ര തന്നെ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി എന്നാ പറയേണ്ടത്, അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അവിടെ അത് നടക്കുന്നുണ്ട്, ഇവിടെ ഇത് നടക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ വിശ്വസിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തെളിവ് അതാണ് വേണ്ടത്. ആ തെളിവുകൾ ഹാജരാക്ക്. ആ തെളിവ് ഇതാണ് തെളിവ്. അല്ലെങ്കിൽ ഇന്നാളാണ് പോയിരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക്, ഇന്നാളെയാണ് അമ്മ അയച്ചിരിക്കുന്നത്, അയാളാണ് കൊണ്ടുപോയിട്ട് പാവങ്ങളുടെ കയ്യിൽ നിന്നും പൈസ കൊടുത്തിട്ട് അത് മാറ്റിച്ചത് എന്ന് വിളിച്ചു പറ. ഏത് സന്യാസിയാണ് വിട്ടത് അമ്മ? അതാണ് വേണ്ടത്, അത് പറയണം. ഏത് സന്യാസിയാണ് അമ്മ വിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കാം. ഇവിടെ ചില ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആശ്രമത്തിനെതിരെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം, നമുക്കതൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. ആ വിശ്വസിക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രശ്നവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇഷ്ടമില്ലെങ്കിൽ വിശ്വസിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അമൃത ഹോസ്പിറ്റലിനെ പറ്റിയൊന്നും എനിക്ക് അത്ര വലിയ ഇത് താല്പര്യമൊന്നുമില്ല. കാരണം നല്ല രീതിയിലുള്ള ബില്ലാണ് കൊടുക്കുന്നത്. ആ ബില്ല് നല്ല രീതിയിലുണ്ട്. പിന്നെ സലീം കുമാർ പറയുന്ന പോലെ ഫ്രീ ആണെങ്കിൽ ഞാനും കുറച്ച് പൊന്തിച്ച് പറയായിരുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. കാരണം നല്ല രീതിയിലുള്ള ബില്ലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയൊന്നും അങ്ങനെ കുറവൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ആശുപത്രി പൂർണ്ണമായിട്ടും ഫ്രീ ആക്കണം എന്നാണ്. അതായത് അമ്മയ്ക്ക് ഇത്രയും കോടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആശുപത്രി ഇങ്ങനെ ഫ്രീ ആയിക്കൂടാ? പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്കൊക്കെ എന്തിനാ ഇത്ര വലിയ പണം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇങ്ങനെ കോടികൾ സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം മാത്രമേ വേണ്ടൂ, അതുപോലെ തന്നെ വസ്ത്രം മാത്രമേ വേണ്ടൂ, ശമ്പളം കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ശമ്പളം ഉണ്ട്, ശമ്പളം എഴുതിയെടുക്കുന്നുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ കാര്യങ്ങളൊന്ന് പുറത്തുവിട്. അതല്ലേ വേണ്ടത്? എൻ്റെ പേരിൽ ഇത്രയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇത്രത്തോളം പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെല്ലാം മടം അടിച്ചു മാറ്റി എന്നുള്ള തരത്തിൽ നിങ്ങളൊരു വീഡിയോ എടുത്ത് ഇതാണ് തെളിവുകളെല്ലാം വിട്. അതല്ലേ വേണ്ടത്? എല്ലാം പുറത്തു വിടുവാണ്ട്. തെളിവില്ലാതെ വന്നിട്ട് ഓരോ ദിവസവും വന്നിട്ട് ഇതുപോലെ തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം വിശ്വാസമില്ല. പിന്നെ അതിൻ്റെ അടിയിൽ ചില കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്, ഇദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവനാണ്, അതുപോലെ തന്നെ പിന്നെ സ്വാമി ഇനിയെങ്കിലും സൂക്ഷിക്കണം എന്നുള്ള എന്തൊക്കെ വർത്തമാനങ്ങളാണ്. ഇതെന്താ മാഫിയ സിനിമയാണ്? സുരേഷ് ഗോപിൻ്റെ മാഫിയ സിനിമയാണോ ഇത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലാതെ മറ്റേ നമ്മുടെ മമ്മൂട്ടിൻ്റെ മറ്റേ സിനിമയാണോ, ഇല്ലെ മോഹൻലാലിൻ്റെ മറ്റേ ഈ സിനിമയാണോ? ഇത് ഓരോരാൾ വന്നിട്ട് അത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അതായത് സ്വാമിയോട് ഞാൻ പറഞ്ഞല്ലോ, തെളിവുണ്ടെങ്കിൽ സ്വാമി വരട്ടെ, അത്രയേ വേണ്ടൂ. അല്ലാതെ വേറെ ഒന്നും വേണ്ട. നമ്മളാരും, ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മളെ കാര്യം വെള്ളം പൂശിയിട്ട് ഒന്നും നേടാനില്ല. നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? ആശ്രമത്തിൽ ഇനി എന്ത് നടന്നു കഴിഞ്ഞാലും, ഇനി ഇതായി കഴിഞ്ഞാലും ഒക്കെ അന്വേഷിക്കാനിവിടെ അതിൻ്റെ വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് തെളിവുകൾ പുറത്തുവിടാൻ വേണ്ടതേ കിടന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു.
പണ്ടത്തെ കാലമൊന്നുമല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചില ആശ്രമത്തിനെതിരെ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ മൃതദേഹം കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ പലരും മുങ്ങി മരിച്ചപ്പോൾ, ഇതിനിടയ്ക്ക് ഏതൊരു സ്വാമി അവിടെ ഇവിടെ മുങ്ങി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാം, അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില മഠാധിപതികളെ പോലും, കാഞ്ചീപുരം അങ്ങോട്ട് ചില മഠാധിപതികളെ പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില കുറ്റത്തിൻ്റെ ഇതിൽ. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്താ അമ്മയുടെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താ കണ്ടുപിടിക്കത്തില്ലേ? അതാണ് എനിക്ക് ചോദിക്കാണ്ടത്. അവരെന്താ കണ്ടുപിടിക്കത്തില്ലേ? അങ്ങനെ അങ്ങ് എന്താ പറയുക, എല്ലാ കാര്യത്തിലും അങ്ങ് വിട്ടുവീഴ്ച ചെയ്യും? എനിക്കറിയില്ല, ആരെങ്കിലും പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു BJP കാരനോ ഒരു CPM കാരനോ കോൺഗ്രസ്സുകാരനോ ഒന്നുമല്ല. ഈ പറയുന്ന ഈ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ ഞാൻ പൂജിക്കുന്ന ആളോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നന്മ ചെയ്യുന്ന എല്ലാവരും എൻ്റെ മനസ്സിൽ ദൈവമാണ്. അതാരായാലും ശരി, എനിക്ക് എന്താ വെച്ചാൽ എനിക്കെന്നല്ല, ഒരു പാവപ്പെട്ടവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരേറ്റവും നന്മ ചെയ്ത് അവർ ദൈവം തന്നെയാണ്, ദൈവപുണ്യം തന്നെയാണത്. അവരെയാണ് നമ്മൾ ആൾ ദൈവം, അവരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പറശ്ശിനിക്കടവ് പോയി കഴിഞ്ഞാൽ നല്ല മിഷ്ടാനമായിട്ട് 3 നേരം ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം. അതാണ് ദൈവം. ആർക്ക് വേണം, ആരും ചോദിക്കത്തില്ല നീ മുസ്ലിം ആണോ ഹിന്ദു ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും ഒരു മനുഷ്യന്മാരും ചോദിക്കത്തില്ല. ആർക്ക് വേണമെങ്കിലും എല്ലാ സമയത്തും അവിടെ ചായ ഉണ്ടാകും, അതുപോലെ തന്നെ ഊണ് കഴിക്കാം, ഇതൊക്കെ കഴിക്കാം, ഒന്നും ചോദിക്കത്തില്ല. അതാണ് ഒരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുത്തപ്പൻ ദൈവം അതാണ്. അപ്പം അങ്ങനെ പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും വിശപ്പിൻ്റെ വിശപ്പ് വരുമ്പോൾ ആ വിശപ്പ് മാറ്റുന്ന രീതിയിലും ഇവരൊക്കെയാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാരായണ സ്വാമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സമർപ്പിക്കാം. ഇല്ലെങ്കിൽ എന്തിനാണ് വെറുതെ ഒരു സ്ഥാപനത്തിൽ 10-25 വർഷം ജോലി ചെയ്ത് അല്ലെങ്കിൽ 10-25 വർഷം അവിടെ നിന്ന് അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം ഇമാതിരി തോന്നിവാസങ്ങൾ തെളിവൊന്നുമില്ലാതെ പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം ഇങ്ങേർക്ക് എതിരെ പാടുപാടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഇങ്ങേരെ പുറത്താക്കിയത് എന്ന് പോലും നമുക്കറിയില്ല. ഇങ്ങേരെ എന്തിനു പുറത്താക്കി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങേരെ പുറത്തു വന്നത് അതുപോലും നമുക്കറിയില്ല. നമ്മളറിയാത്ത കാര്യം ഇതിങ്ങേര് പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ഇതും നമുക്കില്ല കേട്ടോ. നമുക്കൊന്നും അറിയുകയും ചെയ്യില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും നടന്നാലും ശരി നടന്നില്ലെങ്കിലും ശരി, ഞാൻ പറഞ്ഞല്ലോ, അതിനെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട നാരായണ സ്വാമിയുടെ കൂടെ ഞാൻ വരെ നിൽക്കും. എന്തെങ്കിലും തെളിവ് അവിടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ലേ വേണ്ടത്. അല്ലാതെ ഇതിപ്പോൾ ഞാൻ ഈ 3-4 ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ വന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതല്ലാതെ ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ, സത്യമുണ്ടോ, ഇതൊന്നും അങ്ങനെ പറയുന്നുമില്ല. അതാണ് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയത്. ഏതായാലും നാരായണസ്വാമി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ആ പണമൊക്കെ വിശ്വസ്തരായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പല ഭക്തന്മാരുടെ കയ്യിലും കൊടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും മാറ്റിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. ആ പണം ഇപ്പോഴും ഒരാളെ അയച്ച് പിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ തരില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നയമായി പറഞ്ഞ് വാങ്ങുവാനും സംസാരിക്കുവാനും വണ്ടിയും കൊടുത്ത് ഒരാൾ പോവാറുണ്ട്. അഥവാ തരുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയും വാങ്ങും. പാപം വരും, ഇത് ധർമ്മസ്ഥാപനത്തിൻ്റെ പണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഒരാൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുറത്തുള്ളവർ അധർമ്മം ചെയ്യും, കള്ളപ്പണമൊക്കെ സൂക്ഷിക്കും, പോട്ടെ. പക്ഷേ ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നവർ ഇത്രമാത്രം കള്ളപ്പണം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് കുറേ ആപ്പിളിൻ്റെയും മറ്റും കമ്പ്യൂട്ടറുകൾ വാങ്ങിയിട്ടു, കണക്കില്ലാതെ പഴയ വണ്ടികൾ മേടിച്ചു. ഇന്നതെന്നൊന്നും പറയാനില്ല. പൈസ എങ്ങനെ ചിലവാക്കണം എന്നറിയാതെ രീതിയായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.